ജോസ് ബട്ട്ലർക്ക് പഴയ എബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ പഴയ എബിലിറ്റിയിലുള്ള വിശ്വാസമൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനെ കൊണ്ടൊന്നും ഞങ്ങൾ ഫ്യൂച്ചറായിട്ട് ചിന്തിക്കുകയാണ്, ടീം വളർത്തിയെടുക്കാൻ വേണ്ടി ചിന്തിക്കുകയാണ് എന്നുള്ള കാര്യമായിരുന്നു ജോസ് ബട്ട്ലറിനെ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് ഒഴിവാക്കിയതിന് പിന്നാലെ നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ്. എന്നാൽ ജോസ് ബട്ട്ലർ നല്ല മറുപടി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു എബിലിറ്റി ഒട്ടും ചോർന്നു പോയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹം ബാറ്റ് കൊണ്ട് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റിനും പല ആരാധകർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം രാജസ്ഥാൻ റോയൽസ് വിട്ടതിനെ തുടർന്ന് ആണ് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് IPL ജോസ് ബട്ട്ലറെ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ കളിച്ച മത്സരങ്ങൾ ആകെ 3 മത്സരമാണ് ഗുജറാത്ത് ടൈറ്റൻസ് കളിച്ചിട്ടുള്ളൂ. എന്നാൽ കളിച്ച 3 മത്സരങ്ങളിലും അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ 53 റൺസ് എടുത്തപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ 39 റൺസും ഇന്നലെ നടന്ന മത്സരത്തിൽ RCBക്കെതിരെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു ഇന്നിംഗ്സും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. 73 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താതെ നിന്നു. അദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി കളിക്കുന്നത് നമ്പർ 3 പൊസിഷനിലാണ്. അദ്ദേഹം ഒരു ഓപ്പണറായിട്ടല്ല കളിക്കുന്നത്. ഈ ജോസ് ബട്ട്ലറിനെ ഒഴിവാക്കിയതൊക്കെ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിട്ടുള്ള തീരുമാനം എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും ഒരു 1 സ്ലോട്ട് പ്ലെയർ അല്ല. ചില പ്ലേയേഴ്സിനെ പോലെ ഓപ്പണിംഗ് മാത്രം കളിക്കുന്ന ഒരു പ്ലെയർ അല്ല. അദ്ദേഹത്തിന് എവിടെ ഇട്ടാലും അവിടെയൊക്കെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ജോസ് ബട്ട്ലർ. ഏതായാലും മാനേജ്മെന്റ് ചെയ്തൊരു വലിയൊരു മണ്ടത്തരം, ഒരു ബ്ലണ്ടർ തീരുമാനമാണ് ജോസ് ബട്ട്ലറിനെ ഒഴിവാക്കിയതും. അദ്ദേഹം ഇപ്പോൾ GTയിൽ എടുക്കുന്ന പ്രകടനം വളരെ വളരെ മികച്ച പ്രകടനം എന്നുള്ളത് എടുത്തെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ വിക്കറ്റ് കീപ്പിങ്ങിലായിക്കോട്ടെ, അദ്ദേഹം ഇപ്പം ക്യാപ്റ്റൻസിന് പല സമയത്തും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കാരണം ഗില്ലിനെയൊക്കെ പല സമയത്തും അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാടുമല്ല, ഇതൊക്കെ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് ടീമിനെ ഗുണം ചെയ്തേനെ. ഏതായാലും ബട്ട്ലറിനെ ഒഴിവാക്കിയത് ഇപ്പോഴും ഒരു മണ്ടത്തരം തീരുമാനം തന്നെയാണ്. ഏതായാലും ജോസ് ബട്ട്ലറുടെ ഇന്നലത്തെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.